നമസ്കാരം. വേൾഡ് ബാങ്കിൻ്റെ ലോകബാങ്കിൻ്റെ ഒരു റിസർച്ച് പേപ്പർ 2022 നിന്നുള്ളതാണ്. ഇപ്പോൾ വലിയ ചർച്ചകളിലേക്ക് വലിച്ചിടപ്പെട്ടിരിക്കുകയാണ്. ഈ വേൾഡ് ബാങ്കിൻ്റെ റിസർച്ച് പേപ്പർ എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഭാരതത്തെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ലോകബാങ്കിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അന്താരാഷ്ട്ര ഏജൻസികളുടെയോ പഠനം പലപ്പോഴും പരിഹാസപൂർണ്ണമാണ്. ഇതിലും അത്തരത്തിലുള്ള വിവരങ്ങളുണ്ട്. പക്ഷേ ഇതിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ, അതിൻ്റെ പശ്ചാത്തലം ഒരല്പം ഗൗരവമേറിയതാണ്. അത് കേരളത്തെ സംബന്ധിച്ചുള്ള ചില വിവരങ്ങളാണ്. കേരളത്തിലെ ഇസ്ലാമിക ഭീകരവാദത്തെക്കുറിച്ചാണ് വേൾഡ് ബാങ്കിൻ്റെ ഈ പേപ്പർ പറയുന്നത്. ഈ ഗവേഷണ പ്രബന്ധം, ഗവേഷണ കടലാസ് എന്ന് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഗവേഷണ പേപ്പർ എന്ന് പറഞ്ഞത്. ഈ ഗവേഷണം പറയുന്നത് കേരളത്തിൽ ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെയും ഒരു തീവ്ര ഇസ്ലാമിൻ്റെയും സ്വാധീനം വർദ്ധിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണമായി ഗൾഫിൽ ജോലിക്ക് പോകുന്ന ആളുകളെയാണ് പറയുന്നത്. കാരണം സ്വാഭാവികമായി കേരളത്തിൻ്റെ എല്ലാ സംസ്കാരവും ഉൾക്കൊണ്ട് ജീവിച്ചിരുന്ന ചിലർ സൗദി അറേബ്യയിലേക്കോ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കോ ജോലിക്കായി പോയി അവിടെ പ്രവാസ ജീവിതം നയിച്ച് അവിടെ നിന്നാണ് ഈ സലഫി ഇസ്ലാമിൻ്റെയും തീവ്ര ഇസ്ലാമിൻ്റെയും ഒക്കെ സ്വാധീനം അവരുടെ മനസ്സിലേക്ക് കടന്നു ചെല്ലുകയും ആ സ്വാധീനവുമായി അവർ തിരികെ കേരളത്തിലെത്തി അത് പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഈ ലോകബാങ്കിൻ്റെ ഈ ഗവേഷണത്തിൽ പറയുന്നത്. ഇതിൽ വാസ്തവമുണ്ട്, പക്ഷേ അതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങളുമുണ്ട്. ശശി തരൂർ എം പി, തിരുവനന്തപുരം എം പി ശ്രീ ശശി തരൂർ അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. കാരണം കാര്യമായിട്ടുള്ളൊരു ആത്മപരിശോധന നടത്തേണ്ട സമയമായിരിക്കുന്നു കേരളത്തെ സംബന്ധിച്ച് എന്നുള്ള ഒരു അഭിപ്രായം പറഞ്ഞുകൊണ്ട്. ഈ വിവരങ്ങൾ നാം ഒന്ന് പരിശോധിച്ചാൽ ഇതിൽ വാസ്തവമുണ്ട്. കാരണം ഈ പർദ ഉൾപ്പെടെയുള്ള പിന്തിരിപ്പൻ ആശയങ്ങൾ ഒരു 80കളുടെ മധ്യം മുതലാണ് കേരളത്തിൽ ചെറുതായിട്ടെങ്കിലും പ്രചരിപ്പിക്കപ്പെടുവാൻ തുടങ്ങി. പർദ ഷോപ്പുകൾ വരുന്നു. ആദ്യമൊന്നും ഈ ഒരു സാമൂഹികമായ നിർബന്ധം, സ്ത്രീകൾ ഇങ്ങനെ തന്നെ വസ്ത്രധാരണം നടത്തണമെന്നുള്ളൊരു നിർബന്ധം അവരുടെ സമൂഹത്തിന് ഇടയിലുണ്ട് എന്നുള്ള കാര്യം പുറം ലോകം അറിഞ്ഞിരുന്നില്ല. സാമൂഹ്യ മാധ്യമങ്ങളുടെ വരവോടുകൂടി അത്തരത്തിലുള്ള നിർബന്ധങ്ങളും നിബന്ധനകളും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഇത് പുറത്തറിഞ്ഞു തുടങ്ങിയത്. പക്ഷേ അധികമാരും ശ്രദ്ധിക്കാതെ നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വന്നൊരു സംസ്കാരമായി തന്നെ മാറി. ഈ തൊപ്പിയും ഈ അനിയൻ്റെ പാൻറ്റും ചേട്ടൻ്റെ ഷർട്ടും ഇട്ട് നടക്കുന്ന ആളുകളും പർദ്ദ ധരിച്ച് നടക്കുന്ന, അതായത് കണ്ണ് മാത്രം പുറത്ത് കാണിച്ച് നടക്കുന്ന കറുത്ത വസ്ത്രം ധരിച്ച സ്ത്രീകളുമെല്ലാം നമ്മുടെ സമൂഹത്തിനിടയിൽ പതിയെ പതിയെ ഒരു സ്ഥിരം കാഴ്ചയായി മാറി. സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമായി തന്നെ ഇത് അങ്ങനെയുള്ളവരുണ്ട് എന്ന ഒരു സാമാന്യബോധം, ഒരു സാമാന്യവൽക്കരണം ചെയ്യപ്പെട്ട രീതിയിൽ തന്നെ ഇത് നമ്മുടെ സമൂഹത്തിൽ നടമാടി തുടങ്ങി. ഇതിൻ്റെ എല്ലാം സ്വാധീനം ഈ ലോകബാങ്കിൻ്റെ ഗവേഷണത്തിൽ പറയുന്നത് പോലെ ഗൾഫിൽ നിന്ന് തന്നെയാണ്. പക്ഷേ ശശി തരൂർ പറഞ്ഞ കാര്യത്തിൽ വലിയൊരു വൈരുദ്ധ്യമുണ്ട്. അദ്ദേഹം അടിസ്ഥാനപരമായിട്ടൊരു ഗാന്ധിയൻ അഭിപ്രായമാണ് പറഞ്ഞതെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കാരണം ശശി തരൂർ പറഞ്ഞത് മുൻപ് കേരളം എല്ലാ മതങ്ങളെയും ഒരേപോലെ സ്വീകരിച്ചിരുന്ന ഒരു നാടായിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ളൊരു തീവ്ര ഇസ്ലാമിൻ്റെ കടന്നുവരവ് കേരളത്തിലേക്ക് ഗൾഫിൻ്റെ സ്വാധീനം കൊണ്ടുണ്ടാകുന്നുണ്ടെങ്കിൽ നാം ഒരു ആത്മപരിശോധന നടത്തേണ്ട സമയമായിരിക്കുന്നു. ആ ഭാഗം ശരിയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ളൊരു സ്വാധീനം വസ്ത്രധാരണത്തിലും ഭക്ഷണത്തിലുമെല്ലാം, കുഴിമന്തി തുടങ്ങിയ കേരളത്തിന് ഒട്ടും അനുയോജ്യമല്ലാത്ത ഭക്ഷണങ്ങൾ പോലും പലപ്പോഴും നമ്മുടെ ഇടയിലേക്ക് ട്രെൻഡായി അടിച്ചേൽപ്പിക്കപ്പെടുന്നത് പോലും ഈ ഒരു സ്വാധീനത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഷാർജ തുടങ്ങിയ പാനീയങ്ങൾ, ഷാർജ വലിയ കുഴപ്പമൊന്നുമില്ല, ആരോഗ്യത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുഴിമന്തി, ഷവർമയൊക്കെ പലപ്പോഴായി ആളുകളുടെ ജീവൻ എടുക്കുന്നു എന്നുള്ളതിനപ്പുറം, കേടായ മാംസത്തിൻ്റെ കാരണം, അതിനുമപ്പുറം കേരളത്തിലെ ഒരു കാലാവസ്ഥയ്ക്കോ അല്ലെങ്കിൽ ജീവിത സാഹചര്യത്തിനോ പറ്റിയൊരു ഭക്ഷണമാണോ അല്ലെങ്കിൽ യോജിച്ച ഭക്ഷണമാണോ എന്നുള്ള കാര്യം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് വിദഗ്ധരാണ് പറയേണ്ടത്. അല്ല എന്നുള്ളതാണ് വ്യക്തിപരമായിട്ടുള്ള അനുഭവം. ഞാനത് കഴിക്കാറില്ലെങ്കിൽ പോലും, കാരണം കഴിക്കുന്ന കൂട്ടുകാരുണ്ട്, വൈദ്യന്മാരുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ച്, ഡോക്ടർമാരുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്, ഭക്ഷണ വിദഗ്ധരുമായിട്ട്, ന്യൂട്രീഷൻ വിദഗ്ധരുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നുള്ള എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ധാരണ അതാണ്. നമുക്കൊട്ടും യോജിച്ചൊരു ഭക്ഷണമല്ല. ഇതെല്ലാം നമ്മുടെ ഇടയിലേക്ക് ചെലുത്തപ്പെടുന്നത്, അടിച്ചേൽപ്പിക്കപ്പെടുന്നത് വളരെ മൃദുവായ രീതികളിലാണ്. അത് ഗൾഫിൻ്റെ സ്വാധീനം കൊണ്ട് തന്നെയാണ്. പക്ഷേ ശശി തരൂർ പറഞ്ഞ അഭിപ്രായത്തിൻ്റെ ആദ്യ ഭാഗമുണ്ടല്ലോ, കേരളം എല്ലാ കാലത്തും എല്ലാ മതങ്ങളെയും ഒരേപോലെ കണ്ട് വളരെ സംസ്കാര സമ്പന്നമായി ആളുകൾ ജീവിച്ചിരുന്ന ഒരു നാടാണ് എന്നുള്ളത്, അതും ഭാഗികമായി ശരിയാണ്. ഹിന്ദുക്കളെ സംബന്ധിച്ച് ഹിന്ദു രാജാക്കന്മാർ ഈ അധിനിവേശ മതക്കാർക്കെല്ലാം അവരുടെ ആരാധനാലയങ്ങൾ പണിയുവാനായിട്ട് സ്ഥലങ്ങൾ നൽകുകയും സാമ്പത്തിക സഹായം നൽകുകയും ഒക്കെ ചെയ്തു. ഒപ്പം തന്നെ സാമൂതിരിയെ പോലുള്ളവർ അദ്ദേഹത്തിൻ്റെ കപ്പൽ പട, നാവികസേന വിപുലീകരിക്കുവാനായി ഈ മരക്കാർ കുടുംബത്തിനെ
ആ ചുമതല ഏൽപ്പിക്കുകയും അവർക്ക് കൂടുതൽ സൈനികരെ ലഭിക്കുവാനായി കടപ്പുറം പ്രദേശത്ത് മുക്കുവരുടെ ഇടയിൽ മൂന്നാമത്തെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കുടുംബത്തിലെ മൂന്നാമത്തെ കുഞ്ഞിനെ മുസൽമാനായി വളർത്തുവാൻ നൽകണമെന്നുള്ളൊരു കൽപ്പന പുറപ്പെടുവിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ കുഞ്ഞാലി മരക്കാരുടെ കുടുംബം ശക്തമായി ഈ ഒരു അടിത്തറ അവിടെ സ്ഥാപിക്കുകയും അതേ തുടർന്ന് നാലാം കുഞ്ഞാലി മരക്കാർ സാമൂതിരിക്കെതിരെ പടപൊരുതി, അല്ലെങ്കിൽ സാമൂതിരിയോട് ഒരു വിദ്രോഹം എന്നൊക്കെ പറയുമല്ലോ, ചതി ചെയ്ത് അടിസ്ഥാനപരമായി രാജ്യഭാരം പിടിച്ചെടുത്ത് ഞമ്മൻ്റെ രാജ്യം സ്ഥാപിക്കാൻ ശ്രമിച്ചത്. അതാണ് യഥാർത്ഥ ചരിത്രം. നമ്മുടെ പ്രിയദർശൻ്റെ കുഞ്ഞാലി മരക്കാർ സിനിമയുടെ കഥയല്ല, യഥാർത്ഥ ചരിത്രം. ഇത്തരത്തിലുള്ള ഒരു മനോഭാവം ഹിന്ദുക്കൾക്കും ഹിന്ദു രാജാക്കന്മാർക്കും എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പക്ഷേ വൈദേശിക മതങ്ങൾക്കോ അവരുടെ പ്രചാരകർക്കോ അത്തരത്തിലൊരു മനോഭാവം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഏറ്റവും ക്രൂരമായ രക്തപങ്കിലമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് മലബാർ ഹിന്ദു വംശഹത്യ. ആ മലബാർ ഹിന്ദു വംശഹത്യയെ സ്വാതന്ത്ര്യ സമരമാക്കിയ ഒരു ഗാന്ധിയൻ ചിന്താഗതിയാണ് ശശി തരൂർ ആദ്യ ഭാഗത്ത് പ്രകടിപ്പിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞ എൻ്റെ അഭിപ്രായത്തിൻ്റെ ഒരു സാരാംശം. കാരണം ഈ മലബാറിലെ ഹിന്ദു വംശഹത്യ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിപ്പുറപ്പെട്ട ഒരു പെട്ടെന്നുള്ള ഒരു വികാരത്തിൻ്റെ പുറത്തുണ്ടായൊരു കാര്യമല്ല. തുർക്കിയിലെ ഖലീഫ എല്ലാം കാരണമായിരുന്നു എന്ന് മാത്രം. ഏതാണ്ട് അതിനും 100 വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങി ഇസ്ലാം എന്നു മുതൽ ടിപ്പു സുൽത്താൻ്റെ അധിനിവേശ കാലത്ത് തന്നെ മതം മാറിയ, സ്വന്തം സംസ്കാരം ഉപേക്ഷിക്കേണ്ടി വന്ന, നമ്മുടെ ആട് 3 സിനിമയിൽ പറയുന്നത് പോലെ തല വെട്ടണ്ട തൊലി വെട്ടിക്കോ എന്ന് പറഞ്ഞ് ഭയപ്പാടോടുകൂടി മതം മാറിയ പൂർവികരുടെ പിൻഗാമികൾ പലപ്പോഴും തങ്ങളുടെ മതമാണ് വലുത് എന്ന് കാണിക്കുവാൻ വേണ്ടി ഹാലിളക്കം എന്നൊരു തന്ത്രം ഉപയോഗിച്ചിരുന്നു. പെട്ടെന്ന് ഇസ്ലാമിക പണ്ഡിതന്മാർക്ക് ഇതുപോലെ ഭ്രാന്ത് കയറിയതുപോലെ ഒരു വിറയലും തുള്ളലും ഉണ്ടാകും. അവരേതെങ്കിലും ഹിന്ദു ആരാധനാലയം തകർക്കുകയോ ഹിന്ദുക്കളെ ഉപദ്രവിക്കുകയോ ചെയ്യുന്ന നിരവധി സംഭവങ്ങൾ 1921 100 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മലബാറിലും ഏറനാടിലും അരങ്ങേറിയിരുന്നു. വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു അന്യമത വിദ്വേഷത്തിൻ്റെ പരിണാമം മാത്രമായിരുന്നു 1921. അതുകൊണ്ട് തന്നെ ശശി തരൂർ എം പിയോട് സ്നേഹപൂർവ്വം പറയാനുള്ളത്, ചരിത്രം അങ്ങ് ഒരുപാട് പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ കേരളത്തിൻ്റെ ചരിത്രം ദുരവസ്ഥയിൽ നിന്ന് തുടങ്ങി, കുമാരനാശാൻ്റെ ദുരവസ്ഥ എന്ന കാവ്യത്തിൽ നിന്ന് തുടങ്ങി പഠിക്കണമെന്ന് അങ്ങയോട് വിനീതമായ ഒരു തിരുവനന്തപുരംകാരൻ എന്നുള്ള നിലയിൽ ഒരു അപേക്ഷ മുന്നോട്ട് വയ്ക്കുന്നു. അതോടൊപ്പം തന്നെ പ്രേക്ഷകരോട് പറയുവാനുള്ള കാര്യം, വേൾഡ് ബാങ്കിൻ്റെയൊക്കെ റിസർച്ച് അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടി മാത്രം കാണേണ്ട ഒന്നാണ്. കാരണം ഭാരതത്തെ സംബന്ധിച്ച് ഹങ്കർ ഇൻഡെക്സ്, ഫ്രഷ് ഫ്രീഡം തുടങ്ങിയ പരിഹാസപൂർണമായിട്ടുള്ള നിരവധി ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ നാം കണ്ട് തള്ളിക്കളയുന്നതാണ് ദൈനംദിനം എന്ന വണ്ണം. അതുകൊണ്ട് തന്നെ അത്രയും ഒരു പ്രാധാന്യം ഇതിൽ നൽകിയാൽ മതി. പക്ഷേ അതിൽ പറഞ്ഞിരിക്കുന്ന ഈ ഒരു വൈദേശിക സ്വാധീനം കേരളത്തിൽ എത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നു, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനിടയിൽ, അത് ചർച്ചാ വിഷയമാകേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് കേരളം കഴിഞ്ഞൊരു 20-30 വർഷങ്ങൾക്കുള്ളിൽ, ഒരു 3 ദശാബ്ദങ്ങൾക്കുള്ളിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന ഭീകരവാദ സംഘടനയുടെ ഉൾപ്പെടെ അവരുടെ രാഷ്ട്രീയകരമായിട്ടുള്ള SDPIയുടേത് ഉൾപ്പെടെ ഉള്ള ഭീകരവാദത്തിനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ പരസ്യമായി ഏർപ്പെടുന്ന സംഘടനകളുടെ തലസ്ഥാനമായി മാറിയതുകൊണ്ട്, കാരണം അതിൻ്റെയും എല്ലാം സ്വാധീനം ഈ ഗൾഫ് പണത്തിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. കള്ളപ്പണമാകട്ടെ, ഹവാലയാകട്ടെ, മലദ്വാർ ഗോൾഡ് ആകട്ടെ, അത്തരത്തിലുള്ള സാമ്പത്തിക സ്രോതസ്സുകളിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ വേൾഡ് ബാങ്കിൻ്റെ ആ ഗവേഷണത്തിൽ ഈ ഒരു ഭാഗവും ശശി തരൂർ എം പിയുടെ അഭിപ്രായവും എല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അതിൽ പറയുന്ന വിഷയങ്ങളുടെ അന്തസത്ത ഗഹനമായി തന്നെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതിനുള്ളൊരു ചെറിയ ഉദ്യമം മാത്രമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു വിശകലനമായി അവതരിപ്പിച്ചത്. ഈ വിശകലനത്തെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ശശി തരൂർ എം പിയുടെ അഭിപ്രായത്തെക്കുറിച്ചാകട്ടെ, ഈ വേൾഡ് ബാങ്ക് റിപ്പോർട്ടിനെ കുറിച്ചുള്ളതാകട്ടെ, ഗൾഫിൻ്റെ സ്വാധീനം, ഭീകരവാദം കേരളത്തിൽ എങ്ങനെ വളർത്തിയെടുത്തു എന്നുള്ളതിനെക്കുറിച്ചാകട്ടെ, ഇതെല്ലാം കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഈ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നതിനോടൊപ്പം സംവാദങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് വീഡിയോ എത്തുവാനായി ഷെയർ ചെയ്യുക. തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഉത്രാടപ്പാച്ചിലെ ആശംസകൾ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.